വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ഈ മഹാമാരിയുടെ ഇടയിലും നോമ്പ് കാലഘട്ടം നമ്മളെല്ലാവരെയും വലിയ ദൈവാനുഭവത്തിലേക്കും കൃപയിലേക്കും ക്ഷണിക്കുകയാണ്. ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അച്ഛാ, എല്ലാ വർഷവും ഈ നോമ്പൊക്കെ വരുന്നു, നോമ്പെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഈ നോമ്പ് കൊണ്ട് എന്താണ് മെച്ചം? നോമ്പ് കൊണ്ട് എന്താണ് മെച്ചം? ചിലരൊക്കെ 50 ദിനരാത്രങ്ങൾ, 40 ദിനരാത്രങ്ങൾ പ്രത്യേകമായി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു ചിലർ തങ്ങൾക്കിഷ്ടപ്പെട്ട പലതും, അത് മദ്യമാവട്ടെ, മൊബൈൽ ഫോണാവട്ടെ, ചില ദുശീലങ്ങളാവട്ടെ, അതെല്ലാം മാറ്റിവെച്ച് ഭക്ഷണ സാധനങ്ങൾ വർജിച്ച് ഈ ദിനരാത്രങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചോദ്യം, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ഇതെല്ലാം ഈസ്റ്ററോടുകൂടി അവസാനിക്കില്ലേ? ഇതുകൊണ്ട് എന്താണ് മെച്ചം? ഈ ചോദ്യം നമ്മൾ സ്വയം ഒന്ന് ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അങ്ങനെയുള്ളപ്പോൾ കൃത്യം വ്യക്തമായി ഇപ്രകാരം 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച വ്യക്തിയോട് തന്നെ നമുക്ക് ചോദിക്കാം, യേശുവേ, നിന്റെ ജീവിതത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഗുണം കിട്ടിയോ? അതായത് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയോട് നമുക്ക് ചോദിക്കാം. അതാരാണ്? യേശു. 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ച് മരുഭൂമിയിൽ ജീവിച്ച യേശു. ആ യേശുവിനോട് ചോദിക്കുകയാണ്, യേശുവേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വല്ല മെച്ചമുണ്ടോ? നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് ലൂക്കാസ് സുവിശേഷകനോടാണ്. അപ്പോൾ ലൂക്കാസ് സുവിശേഷകൻ ഇതിന് വ്യക്തമായ ചില മറുപടി പറയും. നമുക്ക് ആ വചനഭാഗം ശ്രവിക്കാം. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 16 ഓൺവേഴ്സ്. അതായത് 16 തൊട്ട് മുമ്പുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പിശാചിനോട് എതിരിടുകയും വ്യക്തിപരമായി ദൈവദർശനം ആർജിച്ചെടുക്കുകയും ചെയ്ത യേശുവിനെയാണ്. അതായത് വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് അവൻ്റെ ജീവിതത്തിൽ ആ 40 ദിനരാത്രങ്ങൾ എന്തു മെച്ചമുണ്ടാക്കി? അപ്പോൾ നമ്മൾ ലൂക്കാസ് സുവിശേഷകനോട് ചോദിക്കുമ്പോൾ 4-ാം അധ്യായം 16 മുതലുള്ള വചനം നമുക്ക് വായിക്കാം. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. വളരെ വ്യക്തമായി മരുഭൂമി അനുഭവത്തിൽ നിന്ന് വന്നവൻ, നോമ്പെടുത്ത് പ്രാർത്ഥിച്ചവൻ ഒരു കാര്യം ദൈവജനത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് ഒരു ദൗത്യമുണ്ട്. വളരെ വ്യക്തമായ ഒരു ദിശാബോധം ക്രിസ്തുവിന് ലഭിച്ചത് മരുഭൂമി അനുഭവത്തിലാണ്. എന്ന് പറഞ്ഞാൽ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചാൽ അതിന് മെച്ചമുണ്ട്. ചില ഭക്ഷണ സാധനങ്ങൾ മാറ്റിവെക്കുന്നതിലല്ല, നിനക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിൽ മാത്രമല്ല, മറിച്ച് ഇപ്രകാരം ഈ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് നീ ആരാണെന്നുള്ള, നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ദിശാബോധം ലഭിക്കുന്നതിന് ഈ കാലഘട്ടം നിന്നെ സഹായിക്കും. അതല്ലെങ്കിൽ എല്ലാ വർഷത്തെ പോലെ നോമ്പ് വരുന്നു, ദുഃഖവെള്ളി വരുന്നു, ഈസ്റ്റർ വരുന്നു, അതിങ്ങനെ കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വെറുതെ കടന്നു പോകാനുള്ളതല്ല ഈ കാലഘട്ടം, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ദിശാബോധത്തിലേക്ക് നയിക്കേണ്ടതാണ് ഈ മരുഭൂമി കാലഘട്ടം. ഞാനിത് പറയുമ്പോൾ
പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യം മനസ്സിലാക്കിയാൽ അല്പം കൂടെ നമുക്ക് ചില ആത്മീയ ദർശനങ്ങൾ ലഭിക്കും. കാരണം മരുഭൂമി എന്ന് പറയുന്നത് വെറുതെ ഒരു വരണ്ട സ്ഥലം എന്നതിനേക്കാൾ ഉപരി വ്യക്തമായി ദൈവദർശനം ഏറ്റെടുത്ത സ്ഥലമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഞാൻ അതിനുവേണ്ടി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മോശയെക്കുറിച്ചാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സ് 1. വചനം ഇങ്ങനെയാണ്: മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. മരുഭൂമിയിൽ മോശയ്ക്ക് ഒരു ദൈവദർശനം ലഭിക്കുന്നത് എവിടുന്നാ? മരുഭൂമിയിൽ നിന്നാണ്. വീണ്ടും 4-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 4 വേഴ്സ് 27. അത് അഹറോനെ കുറിച്ചാണ്. മോശയ്ക്ക് കൂടെ സഹായിയായിട്ടൊരു വ്യക്തിയെ കൊടുത്തല്ലോ, പേരെന്താണ്? അഹറോൻ. കർത്താവ് അഹറോനോട് പറഞ്ഞു, നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക. അതനുസരിച്ച് അഹറോൻ പോയി ദൈവത്തിൻ്റെ മലയിൽ വച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു. അഹറോനോട് പറയുന്നു, എന്താ പറയുന്നത്? നീ മരുഭൂമിയിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ ആ ദൈവദർശനം സംഭവിക്കുന്നത്, ഒരു ദൗത്യത്തിലേക്ക് നയിക്കുന്നത് ആ മരുഭൂമി വാസത്തിലാണ്. വീണ്ടും 5-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന വളരെ മർമ്മപ്രധാനമായൊരു കാര്യമുണ്ട്. വചനം ഇങ്ങനെയാണ്: മോശയും അഹറോനും ഫറവോയുടെ മുൻപിൽ ചെന്നു പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, മരുഭൂമിയിൽ വന്ന് എൻ്റെ ബഹുമാനാർത്ഥം പൂജാ മഹോത്സവം ആഘോഷിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. മോശയും അഹറോനും ഒരു വശത്ത്, ഫറവോയുടെ രാജ്യം മുഴുവൻ ഒരു വശത്ത്. പ്രിയപ്പെട്ടവരെ, ഈ മോശയും അഹറോനും ഫറവോയുടെ മുമ്പിൽ ചെന്ന് ആവശ്യപ്പെടുന്ന എന്താ? ഞങ്ങളുടെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഇങ്ങോട്ട് അയക്കുക. എന്തിനാ? ഞങ്ങൾക്ക് മരുഭൂമിയിലേക്ക് പോകണം. കാരണം മരുഭൂമിയിലാണ് ആരാധന ഒരുക്കുന്നത്. മരുഭൂമി അനുഭവത്തിലാണ് ദൈവദർശനം ഒരുക്കപ്പെടുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വീണ്ടും അതിൻ്റെ 7-ാം അധ്യായം 16-ാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് അല്പം കൂടെ മനസ്സിലാകും. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 7 വേഴ്സ് 16. വചനം പറയുന്നു, നീ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ്. ഫറവോയുടെ മുമ്പിൽ ചെന്ന് ആവശ്യപ്പെടുന്ന ഏക കാര്യം, ഞങ്ങളുടെ ജനത്തെ വിട്ടുതരണം. എന്തിനാ? മരുഭൂമിയിലേക്ക്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ, ഈജിപ്തിൻ്റെ ദേശത്ത് വെച്ച് അല്ല ആരാധിക്കേണ്ടത്, മറിച്ച് മരുഭൂമിയിലേക്ക്. അടിമത്തത്തിൽ വെച്ചല്ല ആരാധിക്കേണ്ടത്, മറിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക്. വീണ്ടും വചനം വായിച്ചു വരുമ്പോൾ 16-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 16 വേഴ്സ് 10. വചനം പറയുന്നു, അഹറോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ ഈ മരുഭൂമിയോട് ബന്ധപ്പെട്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവദർശനത്തെക്കുറിച്ച് കൃത്യമായി വ്യക്തമായി എഴുതിയിരിക്കുന്നത്. മരുഭൂമി ഒരുപക്ഷെ ഈ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം പഴയ നിയമ പ്രവാചകത്തിൻ്റെ അവസാനത്തെ കണ്ണിയായി പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സ്നാപക യോഹന്നാനെ കുറിച്ച് പോലും മനസ്സിലാക്കാൻ. അവൻ എവിടെയായിരുന്നു? മരുഭൂമിയിലായിരുന്നു. ഈ മരുഭൂമിയിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചോദിക്കുകയാണ്, ഈ നോമ്പിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നത് എന്താണ്? ഇതാ സ്നാപക യോഹന്നാൻ പറയുന്നു, എനിക്ക് ലഭിച്ചത് ഞാൻ ആരാണെന്നുള്ള അവബോധമാണ്. ഇതെങ്ങനെ മനസ്സിലാക്കും? യോഹന്നാനോട് തന്നെ ചോദിക്കാം. സ്നാപക യോഹന്നാനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ലൂക്കാ സുവിശേഷകനാണ്. ലൂക്കാ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 15-16 തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 15 and 16. വചനം ഇങ്ങനെയാണ്: പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു,
ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. കൃത്യം. സ്നാപകയോഹന്നാനോട് ജനം ചോദിച്ചു, നീയാണോ ക്രിസ്തു? വേണമെങ്കിൽ അവന് പറയാം, ഞാനാണ് ക്രിസ്തു. എന്നാൽ സ്നാപകയോഹന്നാൻ പറഞ്ഞു, ഞാനല്ല, മറിച്ച് എൻ്റെ പിന്നാലെ വരുന്നുണ്ടൊരുവൻ. നമ്മൾ ചിന്തിച്ചു നോക്കി, ഇങ്ങനെ അവൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി അതാ ദൈവജനത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ മാത്രം കരുത്ത് കിട്ടിയത് എവിടുന്നാ? മരുഭൂമി അനുഭവത്തിൽ നിന്നാണ്. മരുഭൂമി അനുഭവത്തിൽ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ പുറപ്പാട് ജനതയെ മുഴുവൻ ദൈവം പഠിപ്പിച്ചത് ആരാണ് നിങ്ങൾ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു. ആ മരുഭൂമിയിലൂടെ കടന്ന 40 ദിനരാത്രങ്ങൾ മാത്രം, 40 വർഷങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചത് എന്തായിരുന്നു? അവരെ പഠിപ്പിച്ചത് അവരുടെ ഐഡൻറ്റിറ്റി ആയിരുന്നു. ഇസ്രായേൽ ജനം ആരാണെന്നുള്ള ഐഡൻറ്റിറ്റി. അല്പം കൂടെ മനോഹരമായിട്ട് ഈ ചോദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്. അത് ഹാഗാറിനോടാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം തിരുവചനങ്ങൾ നമുക്ക് പരിചയമുള്ള ഒരു വചനഭാഗമാണ്. 16, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 7 and 8. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ ആരെ കണ്ടെത്തി? ഹാഗാറിനെ കണ്ടെത്തി. എന്നിട്ടൊരു ചോദ്യം ഇതാണ്. ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ ഐഡൻറ്റിറ്റി. നീ ആരാണ്? നീ എങ്ങോട്ട് പോകുന്നു? കൃത്യമല്ല ചോദ്യം. സാറായുടെ ദാസിയായ ഹാഗാറെ എന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് നിനക്കൊരു ഓർമ്മ വേണം. കൃത്യം പേര് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. നീ വെറും ദാസിയല്ലേ? നീ എങ്ങോട്ട് പോകുന്നു? നീ എവിടെ നിന്ന് വരുന്നു? ഈ നോമ്പ് കാലഘട്ടത്തിൽ നീ കടന്നു പോകുന്ന ഈ നോമ്പ് നിന്നോട് തന്നെ ചോദിച്ച് വ്യക്തമാക്കേണ്ട ഒരു കാര്യം, ഞാൻ ആരാണെന്നുള്ള ഒരു അറിവിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മൾ സ്വയം ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനേക കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ഞാനിത് പറയുമ്പോൾ മരുഭൂമി അന്വേഷിച്ച് നിങ്ങൾ എങ്ങും പോകണ്ട. ചിലരൊക്കെ ചിന്തിക്കും, അയ്യോ അച്ഛാ, ഈ മരുഭൂമി എവിടെയാണ് ഉള്ളത്? രാജസ്ഥാൻ മരുഭൂമിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൾഫ് നാടിലെ മരുഭൂമിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ വീടിനടുത്ത് മരുഭൂമിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിലർ ചിന്തിക്കും. മരുഭൂമി എന്ന് പറയുന്നത് നീ ആയിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ഉണ്ട്. ഇല്ലേ? ഉണ്ടല്ലോ. മരുഭൂമി എന്ന് പറയുന്നത് വരണ്ട അവസ്ഥ, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, ആരും കൂടെ ഇല്ലാത്തത്, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഇപ്രകാരം പല സമയങ്ങളിലും സാഹചര്യങ്ങളിലും നമ്മൾ കടന്നു പോകുന്നത് മരുഭൂമി അനുഭവങ്ങൾ അല്ലേ? പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ മണലാരണ്യം, മരുഭൂമി, ഒറ്റപ്പെട്ട സങ്കടത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. കൃത്യമായി അത് നമ്മുടെ ഐഡൻറ്റിറ്റിയിലേക്കാണ് എത്തിച്ചേർക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു പെൺകുട്ടി ഡൽഹിയിൽ നേഴ്സാണ്. കൊച്ചു കേരളത്തിൽ നിന്ന് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് ഈ ദേശത്തേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഡൽഹിയിൽ വന്നതിന് ശേഷം അവൾക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായി. പ്രണയം അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ അവൻ മലയാളിയല്ല, അവൻ നോർത്ത് ഇന്ത്യക്കാരനാണ്, അവൻ്റെ മറ്റ് സ്വഭാവങ്ങളൊന്നും അറിയില്ല. ഇവൾക്ക് കാഴ്ചയിലൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവരുടെ പ്രണയം ഒരു 9 മാസത്തോളം നീണ്ടു. ഈ പ്രണയത്തിനിടയിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് പരസ്പരം എല്ലാം കൈമാറി. എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൻ്റെ, ഇവരുടെ സ്വന്തമെന്ന് പറയുന്ന നന്മയും വിശുദ്ധിയും ഒക്കെ അവിടെ നശിപ്പിക്കപ്പെട്ടു. 9 മാസത്തെ പ്രണയത്തിന് ശേഷം എല്ലാം തകർന്ന് തരിപ്പണമായി ഈ പെൺകുട്ടി കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയത് ഒരു മരുഭൂമി അനുഭവത്തിലൂടെയാണ്. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ കഴിഞ്ഞ നാളിൽ ആ പെൺകുട്ടി എൻ്റെ മുമ്പിൽ വന്നിരുന്നു പറഞ്ഞു, അച്ഛൻ എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ കാര്യം പറയണം, എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഈ സംഭവം പറയണം. ഈ പെണ്ണിനോട് പറഞ്ഞു, ഞാൻ കടന്നുപോയ ഈ കഴിഞ്ഞ നാളുകൾ,
എൻ്റെ ജീവിതത്തിലെ മരുഭൂമി അനുഭവമാണ്. ഈ വാക്കാണ് ആ പെണ്ണ് പറഞ്ഞത്. അച്ഛാ, എൻ്റെ ജീവിതത്തിലെ മരുഭൂമി അനുഭവം. കാരണം എൻ്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടച്ഛാ. എൻ്റെ ജീവിതത്തിലെ വിശുദ്ധി എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ചോദ്യം, ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്നുള്ളൊരു ചോദ്യമാണ്. ഇനി ഞാൻ എന്തിന് ജീവിക്കണം? ആത്മഹത്യ ചെയ്യാൻ പലതവണ ഞാൻ ശ്രമിച്ചു. ഒറ്റപ്പെട്ടതിൻ്റെയും സങ്കടത്തിൻ്റെയും സമയം, എന്നെ ചതിച്ചതിൻ്റെ ഓർമ്മ, എൻ്റെ ശരീരത്തോട് എനിക്ക് വെറുപ്പായിരുന്നു, ശരീരത്തോട് വെറുപ്പ്. അങ്ങനെ ദിനരാത്രങ്ങൾ ഞാനിങ്ങനെ ചെലവഴിച്ചു. വല്ലാത്തൊരു ഡിപ്രഷൻ്റെ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരി എൻ്റെ കയ്യിൽ കൊന്തയെടുത്തു തന്നു, ജപമാല എടുത്തു തന്നു. ആ ജപമാലയെടുത്ത് ഞാൻ ആ ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെയാണച്ചാ ഞാൻ ഈ ധ്യാന മന്ദിരത്തിലെത്തിയത്. എന്നിട്ട് ഇവൾ എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചു വന്നപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്ന് അച്ഛനോട് സംസാരിക്കുമ്പോൾ കൃത്യം വ്യക്തമായി എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരു ദിശാബോധം ഉണ്ട്, ഒരു ദിശാബോധമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ സങ്കടത്തിൻ്റെയും മരുഭൂമി അനുഭവത്തിൻ്റെ നടുവിൽ നീ പഠിച്ചത്? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹം ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാനൊരു നേഴ്സായി കാണണമെന്ന് ആഗ്രഹിച്ച എൻ്റെ വല്യപ്പൻ്റെ സ്വപ്നം ഞാൻ മനസ്സിൽ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഇന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ കിട്ടി? ഈ കഴിഞ്ഞ 9 മാസക്കാലം ഞാനൊരു ചെറുപ്പക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചത് എനിക്കിന്ന് കിട്ടാതെ വന്നപ്പോൾ എനിക്കിന്ന് വ്യക്തമായി എവിടെയാണ് സ്നേഹം. അതുമാത്രമല്ല അച്ഛാ, എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്നുള്ള വലിയൊരു കണ്ടെത്തൽ. അച്ഛാ, ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജീവിച്ചപ്പോൾ ഞാൻ അധികം പ്രാർത്ഥിക്കാറൊന്നുമില്ലായിരുന്നു. എൻ്റെ ദൈവത്തെ ഞാൻ മറന്നുപോയി. എൻ്റെ സ്വഭാവ രീതികൾ വെച്ച് എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. എന്നാൽ അച്ഛാ, ഈ കഴിഞ്ഞ മരുഭൂമി കാലഘട്ടം, എൻ്റെ സങ്കടത്തിൻ്റെ കാലഘട്ടം എന്നെ പഠിപ്പിച്ചു ഞാൻ ആരാണെന്നുള്ള അറിവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ലേ നോമ്പ് നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ നമ്മളെടുക്കുന്ന ത്യാഗവും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എന്തിലേക്ക് നയിക്കണം? നമ്മൾ ആരാണെന്നുള്ള കൃത്യമായ ഒരറിവിലേക്ക്. നാളുകൾക്ക് മുമ്പ് വിദേശത്തുള്ള മറ്റൊരു പെൺകുട്ടി ഫോണിൽ വിളിച്ച് കൗൺസിലിങ്ങിന് സംസാരിച്ച അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞാനും എൻ്റെ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരിയും കൂടെ കഴിഞ്ഞ 2 വർഷമായി ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. ഞാൻ അവളെ പൂർണ്ണമായി വിശ്വസിച്ചു. അങ്ങനെ ഞാൻ എല്ലാ കാര്യത്തിനും അവളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്. എന്നാൽ കഴിഞ്ഞ നാളിൽ അവൾ എന്നെ പറ്റിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഒത്തിരിയേറെ സാമ്പത്തിക നഷ്ടം എനിക്കുണ്ട് എന്ന് മാത്രമല്ല, എൻ്റെ മനസ്സിന് വല്ലാത്ത സങ്കടം. അച്ഛൻ, സാമ്പത്തിക നഷ്ടത്തെക്കാൾ ഉപരിയായി എൻ്റെ മനസ്സിലൊരു സങ്കടം എന്താണെന്നറിയോ? അവൾ എന്നെ പറ്റിച്ചല്ലോ എന്നുള്ളതാണ്. 2 കൂട്ടുകാരികൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഈ പെൺകുട്ടി എന്നോട് പറയുകയാണ്, അച്ഛാ, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞാൻ ഈ വിദേശത്ത് വന്നതിന് ശേഷം ആ കൂട്ടുകാരിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ നയിച്ചത്. ഇന്നെനിക്ക് മനസ്സിലാവുന്നു അത് തെറ്റായിരുന്നു. എനിക്കിന്ന് മനസ്സിലാവുന്നത് എൻ്റെ ഐഡൻറ്റിറ്റിയാണ്, ഞാൻ ആരാണെന്നുള്ള അറിവാണ്. എനിക്കിന്ന് എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കരുത്തുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അച്ഛാ, ഞങ്ങൾ പ്രാർത്ഥന കുറവായിരുന്നു, എപ്പോഴും ആഘോഷങ്ങളായിരുന്നു, പാർട്ടിക്കൊക്കെ പോകും, പുറത്തെപ്പോഴും സന്തോഷിക്കും. എന്നാൽ വ്യക്തിപരമായി എനിക്ക് പ്രാർത്ഥനയില്ലായിരുന്നു. എന്നാൽ എന്നെ എൻ്റെ കൂട്ടുകാരി പറ്റിച്ചു പോയതിന് ശേഷം ഞാൻ സാവധാനം എന്നിലേക്ക് തന്നെ തിരിഞ്ഞു. ഞാൻ ആരാണെന്നുള്ള ഒരറിവിലേക്ക് എന്നെ ദൈവം എത്തിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ കടന്നുപോയ ഈ മരുഭൂമി അനുഭവം എന്നെ അത് നഷ്ടത്തിലേക്കല്ല, മറിച്ച് ഞാൻ ആരാണെന്നുള്ള ഒരു അറിവിലേക്കാണ് ദൈവം എത്തിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ മരുഭൂമി കാലഘട്ടം, ഈ നോമ്പ് കാലഘട്ടം യേശു എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ദർശനം തിരിച്ചറിയുന്നതിനു വേണ്ടി. ഈ ലക്ഷ്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളെപ്പോഴും അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഈ കാലഘട്ടം മുഴുവൻ ബഹളങ്ങളുടെ കാലഘട്ടമാണ്, ആരവങ്ങളാണ്, അല്ലേ? രാഷ്ട്രീയ പാർട്ടികളുടെ ആരവങ്ങൾ ഒരു വശത്ത്, പ്രതിഷേധങ്ങൾ, സമരങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രാർത്ഥനയെക്കുറിച്ച് പോലും ചിന്തിക്കുമ്പോൾ പലപ്പോഴും പലരും പറയുന്ന കാര്യം, പള്ളിയിൽ പോയാലും ബഹളമാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ചെന്നാലും ഭയങ്കര ബഹളം, പാട്ടുകാരുടെ ബഹളം, ശബ്ദത്തിൻ്റെ അസ്വസ്ഥത, അങ്ങനെ ബഹളങ്ങളാണ്. ഒരു ധ്യാനത്തിന് പോയാലും പലപ്പോഴും പലരും പറയുന്നത് എന്താണ്? അവിടെ കരിസ്മാറ്റിക് ശുശ്രൂഷ, ഹല്ലേലൂയ, ബഹളങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്തും
വ്യത്യസ്തമായ ആരവങ്ങളൊക്കെ ഉയരുമ്പോൾ ചോദ്യം നിന്നോട്, നിന്റെ ജീവിതത്തിൽ അല്പം മൗനം നിനക്കും വേണ്ടേ? ഈ ആരവങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഒരു മൗനം, വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി വേണ്ടേ? അങ്ങനെയെങ്കിൽ ഈ നോമ്പ് കാലഘട്ടം നമ്മളെ ക്ഷണിക്കുകയാണ്. വരിക, എന്തിനു വേണ്ടി? നമുക്ക് ശാന്തമാവാം. നിങ്ങളുടെയൊക്കെ താമസിക്കുന്നിടങ്ങളിൽ ദേവാലയങ്ങൾ ഉണ്ടെങ്കിൽ, ദേവാലയങ്ങൾ പോകാൻ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ, ദയവ് ചെയ്ത് ആ ദേവാലയങ്ങളിലൊക്കെ പോയി ശാന്തമായി ഒരല്പസമയം ഇരിക്കുക. ശാന്തമായി ഒരല്പസമയം ഇരിക്കുക. വിശുദ്ധ കുർബാനയുടെ സമയത്തും മറ്റു പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ദേവാലയങ്ങളിൽ പോയി ആ വലിയ ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഇരിക്കുക. എന്നിട്ട് ദീവികാരുണ്യനാഥനോട് സംസാരിക്കുക. മൗനമായി, ശാന്തമായി നിന്റെ ഒറ്റ ജീവിതത്തിൽ നീ ശാന്തമായി ഇരുന്ന് സംസാരിക്കുക. നിന്റെ ഐഡൻറ്റിറ്റി കൃത്യം വ്യക്തമായി ദൈവം ബോധ്യപ്പെടുത്തും. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു, ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ശാന്തമാവുക, ശാന്തമാവുക. എന്നിട്ട് എന്തു ചെയ്യണം? ആ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് നീ ആയിരിക്കുന്നിടത്തിൽ ശാന്തമായിരുന്ന് ഒറ്റയ്ക്കിരുന്ന് നീ വചനം വായിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആരവങ്ങൾ നിന്നു മാറി നിന്റെ ഒറ്റപ്പെടലിൻ്റെ ശാന്തതയിൽ ദൈവം നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ആരവങ്ങൾക്കിടയിലല്ല, ശാന്തതയിൽ, മൗനത്തിൽ. മരുഭൂമി അനുഭവം നമ്മളെ ക്ഷണിക്കുന്നത് ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണെന്നുള്ള വലിയ ഒരു തിരിച്ചറിവിലേക്കാണ്. യേശു പരസ്യജീവിത കാലഘട്ടത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് കൃത്യം വ്യക്തമായി ആർജിച്ചെടുത്ത കരുത്ത് എവിടുന്നാണ്? മരുഭൂമി അനുഭവത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആ നോമ്പ് കാലഘട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്രകാരം മൗനമായിരുന്ന് ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ആരാണ്, നമ്മൾ ആരാണ്? പലപ്പോഴും നമ്മൾ ആരാണെന്നുള്ളൊരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ പറയുന്നത് നമ്മൾ നേടിയെടുത്ത അല്ലെങ്കിൽ ലോകം നമുക്ക് സമ്മാനിച്ച കുറേ കാര്യങ്ങളാണ്, അല്ലേ? ഞാൻ ആരാണ്? ഞാനൊരു വൈദികനാണ്, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു അഡ്വക്കേറ്റാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു കൃഷിക്കാരനാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു മകനാണ്, മകളാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ വ്യവസായിയാണ്, അല്ലേ? നമ്മൾ നേടിയെടുത്ത കുറേ കാര്യങ്ങൾ, അതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും, ഇല്ലേ? ഈ പദവികളും രീതികളും ഭാവങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഇതൊന്നും നിൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴും നീ തിരിച്ചറിയണം നിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, നീ ആരാണെന്നുള്ള ചോദ്യം. അതിനുവേണ്ടി ദൈവം നിന്നെ സഹായിക്കുന്നത് എന്താ? നീ ശാന്തമാവുക. നീ കടന്നു പോകുന്ന ഈ മണലാരണ്യങ്ങൾ, മരുഭൂമി, ഒറ്റപ്പെട്ട ഈ നോമ്പ് കാലഘട്ടത്തിൽ നീ നിന്നോട് തന്നെ ചോദിക്കുക, ഞാൻ ആരാണ്? യേശുവിന് വ്യക്തമായ ഒരു ബോധ്യമുണ്ടായിരുന്നു, അവൻ ആരാണെന്നുള്ള ഒരു അറിവ്. 2 മരം വെട്ടുകാരുടെ കഥ കേട്ടിട്ടുണ്ട്. 2 മരം വെട്ടുകാർ, ഈ 2 മരം വെട്ടുകാരും കൂടെ ഒരു മത്സരമാണ്. അതായത് പ്രഭാതത്തിൽ അവർ മരം വെട്ട് ആരംഭിക്കും. സന്ധ്യയാകുമ്പോൾ ഏറ്റവും കൂടുതൽ മരം മുറിച്ചത് ആരാണ് എന്നുള്ളതാണ് മത്സരം. 2 പേരും കൂടെ പ്രഭാതമായി കൃത്യസമയത്ത് മരം വെട്ട് ആരംഭിച്ചു. ഒരുത്തൻ വെട്ടിക്കൊണ്ടേയിരുന്നു, രാവിലെ മുതൽ നിർത്താതെ വെട്ടലോട് വെട്ടൽ. മറ്റൊരുവൻ എന്ത് ചെയ്തെന്നറിയോ? അവൻ ആഞ്ഞു വെട്ടും, കുറച്ച് കഴിയുമ്പോൾ അവൻ വിശ്രമിക്കും, പിന്നെയും ആഞ്ഞു വെട്ടും, പിന്നെയും അവൻ വിശ്രമിക്കും. മറ്റവൻ ആഞ്ഞു വെട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഏറ്റവും കൂടുതൽ മരം മുറിച്ചത് ആരാ? ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചവനാണ്, അവനാണ് അതിൽ വിജയിയായത്. അപ്പോൾ ചോദ്യം, അതെങ്ങനെ ശരിയാവും? മറ്റവൻ രാവിലെ മുതൽ നിർത്താതെ വെട്ടിക്കൊണ്ടിരിക്കുന്നു, അതാ മറ്റവനാവട്ടെ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചു. അപ്പോൾ വിജയിയായ ഇടയ്ക്ക് വിശ്രമിച്ചവനോട് ചോദ്യം, നീ എങ്ങനെ വിജയിച്ചു? മറ്റവനെ എങ്ങനെ തോൽപ്പിച്ചു? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിശ്രമിച്ച സമയത്ത് എൻ്റെ വാളിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? ഞാൻ വിശ്രമിച്ച സമയത്ത് ഞാൻ എൻ്റെ വാളിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ ഞാൻ ആഞ്ഞാഞ്ഞു വെട്ടിക്കൊണ്ടിരുന്നു. പണ്ടൊക്കെ നാട്ടിലൊക്കെ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തോടുകളുണ്ട്.
ഒരു തോട് ചാടിക്കടക്കുമ്പോൾ ചെയ്യുന്ന കാര്യം ഓടിച്ചെന്ന ഒരൊറ്റ ചാട്ടമല്ല, മറിച്ച് ഒന്ന് പുറകോട്ട് വലിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ചാടുന്നത്. നിങ്ങൾക്കും പലർക്കും അത് ഓർമ്മയുണ്ടാവും. എന്തിനാണ് ഈ പുറകോട്ട് വലിയുന്നത്? ഒന്നും കൂടെ ആഞ്ഞ് ചാടാനുള്ള ശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടം നിന്നെ എന്തിനാണ് പുറകോട്ട് വലിച്ച് ശാന്തമാക്കുന്നത്, മൗനത്തിലാക്കിയിരിക്കുന്നത്, ആരവങ്ങളിൽ നിന്ന് ഒഴിച്ചിരിക്കുന്നത്? നീ ചില ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നത് ശക്തി ആർജിക്കുന്ന സമയമാണ്. എന്തിൻ്റെ ശക്തി? നീ ആരാണെന്നുള്ള അറിവ്. ഈ ലോകത്തിൻ്റെ മുമ്പിൽ നീ തളർന്നു പോകേണ്ടവനല്ല, മറിച്ച് ദൈവമുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് പ്രതീക്ഷയും സ്വപ്നങ്ങളുമുണ്ട്. നിനക്കൊരു ഐഡൻറ്റിറ്റി ദൈവം തന്നിട്ടുണ്ട് എന്നുള്ള അറിവ്. ആ അറിവിലേക്ക് ഈ നോമ്പ് കാലഘട്ടം നയിച്ചാൽ ഈ നോമ്പ് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാവും. ഇല്ലെങ്കിൽ എല്ലാ വർഷത്തെയും പോലെ ഈ നോമ്പും കടന്നു പോകും. നമ്മൾ ഏറ്റെടുത്ത ത്യാഗങ്ങളൊക്കെ നഷ്ടമായി പോകും. അത് നഷ്ടമാവാതിരിക്കാൻ നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ആരാണ്? യേശു പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്ത 40 ദിനരാത്രങ്ങളുടെ നോമ്പിൻ്റെ കാലഘട്ടം എന്നെ വ്യക്തമായ ഒരു ദിശാബോധത്തിലേക്ക് നയിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തിൻ്റെ ദിശാബോധത്തിലേക്ക് കടന്നു വരാൻ കൃപയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.